തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഒരു നെഗറ്റീവ് വോട്ടിങ്ങിൻ്റെ തെരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെഗറ്റീവ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഇൻകംബൻസി മൂഡിലായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു 85-90% കേന്ദ്ര സർക്കാരിനെതിരെ പൊതുവായ വിഷയങ്ങളിൽ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ പോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതും ഇപ്പോൾ BJPക്ക് തിരിച്ചടിയാവുന്നുണ്ട്. കാരണം ഫീൽഡിൽ പോയി നിങ്ങൾ സംസാരിക്കുന്ന 10-8 ആളുകളും തിരിച്ചു ചോദിക്കുന്നത് മോദി തന്ന ഗ്യാരണ്ടിയൊക്കെ ഇതുവരെ നടപ്പിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. അവർ തെറ്റായി ധരിച്ചതാണെങ്കിൽ പോലും 15 ലക്ഷത്തിന് കണക്ക് അവർ ചോദിക്കുന്നുണ്ട്. അവർ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലയുടെ കാര്യം ചോദിക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ വിലയുടെ കാര്യം ചോദിക്കുന്നുണ്ട്, ജീവിത ചിലവ് 2014 മുതൽ 2024 വരെ ഇരട്ടിച്ചതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, സ്വകാര്യ വൽക്കരണത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, താഴെത്തട്ടിലുള്ള ആളുകളുടെ നിത്യജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം അതൊരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെടാനിടയായ ചില സാമ്പത്തിക സാഹചര്യങ്ങളുണ്ട്. ആ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഞാനിപ്പോഴും കരുതുന്നില്ല ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ അഴിമതിയുടെ പേരിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഈ സർക്കാരിലെ ഒരൊറ്റ മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതിയുടെ കേസ് ഇതുവരെയും വിജിലൻസിലോ എവിടെ പോലും രജിസ്റ്റർ ചെയ്യാനോ പരാതി കൊടുക്കാനോ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടില്ല. ആകെ ഒരേ ഒരു കേസ് വിജിലൻസിൽ പോയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. ആ കേസ് നിന്നിട്ടില്ല. അവിടെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചതുപോലെ എനിക്കെതിരെ ഏതെങ്കിലും ഒരു കേസുണ്ടോ? നിങ്ങളൊരു കേസ് ഉണ്ടെങ്കിലല്ലേ അന്വേഷണ ഏജൻസിക്ക് വരാൻ സാധിക്കൂ. ഒരു കേസ് പോലും ഈ സർക്കാരിനെതിരെ ഇല്ല എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പ്ലസ് പോയിന്റാണ്. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി സർക്കാർ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നതും വാസ്തവമാണ്. ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ പറഞ്ഞ കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു എന്ന് പറയുന്നത് സാധാരണ താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ചോദിച്ചു തുടങ്ങുന്നു ഞങ്ങൾക്ക് തരാത്തത് കൊണ്ടല്ലേ. എന്നാൽ അതിനകത്തൊരു അവിശ്വാസം അവർക്കുണ്ട്. കാരണം UDFിൻ്റെ നിരന്തരമായിട്ടുള്ള പത്രസമ്മേളനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 4000-ഓളം കുടുംബയോഗങ്ങളാണ് LDF നടത്തിയിരിക്കുന്നത് എന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വിശദീകരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകാതിരിക്കാൻ വേണ്ടുന്ന പ്രചരണ തന്ത്രം LDF സ്വീകരിച്ചിട്ടുണ്ട്. നോക്കൂ, എല്ലാ വേദികളിലും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? NIA വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? ആരാണ് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ സംരക്ഷിക്കുന്നത്? ഒരു കാരണവശാലും അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ചർച്ചയാവാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് താഴെത്തട്ടിലുണ്ട്. പക്ഷേ അതൊരു വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വോട്ടിംഗ് ആയിരിക്കും. ആ നെഗറ്റീവ് വോട്ടിങ്ങിൽ ഒരു ഘടകമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം. Meet the editors.